ഹായ് സ്റ്റുഡൻസ്, അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഫയൽ പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഫിസിക്കൽ ഡാമേജിൻ്റെ അകത്തുനിന്നുള്ള പ്രൊട്ടക്ഷനും പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ആക്സസിൻ്റെ അകത്തുനിന്നുള്ള പ്രൊട്ടക്ഷനും. ഓക്കെ, ഫിസിക്കൽ ഡാമേജിൻ്റെ അകത്തുനിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഇഷ്യൂ ഓഫ് റിലയബിലിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആക്സസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കതിന് ഇഷ്യൂ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ റിലയബിലിറ്റീൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഫിസിക്കൽ ഡാമേജിൻ്റെ അകത്ത് നമുക്ക് ഒരു സാധനത്തിന് ഒരു ഫയൽ സിസ്റ്റത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്കതിനെ കോപ്പി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാക്കിയിട്ട് പല സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫയൽസിനെയും ഡിസ്കിൻ്റെ അകത്തുള്ള ഫയൽസിനെ ഒരു ടേപ്പിലേക്ക് റെഗുലർ ഇൻ്റർവെല്ലിൻ്റെ അകത്ത് കോപ്പി ചെയ്ത് വെക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഹാർഡ്വെയർ പ്രോബ്ലംസ് ഉണ്ടായാലും, അതായത് പിന്നെ റീഡിങ് റൈറ്റിങ്ങിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എറർ, അങ്ങനെ ഉണ്ടാകുന്ന ഹാർഡ്വെയർ പ്രോബ്ലംസ്, അല്ലെങ്കിൽ പവർ സർജസ് ഓർ ഫെയിലിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഹാർഡ്വെയർ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഹെഡ് ക്രാഷ്, ഡേർട്ട്, പിന്നെ ടെമ്പറേച്ചർ എക്സ്ട്രീംസ്, വാൻഡലിസം, അങ്ങനെ കുറേ തരത്തിലുള്ള ഡാമേജസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ളതിന് ഫയൽ കണ്ടന്റ് നമുക്ക് ലോസ്റ്റ് ആയി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഫയൽ പിന്നെ ആക്സിഡൻ്റലി ഡിലീറ്റ് ആയി പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ് ഫയൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടായതുകൊണ്ട് നമ്മളെ ഫയൽ നമുക്ക് മിസ്സായി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിലയബിലിറ്റീൻ്റെ അകത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, റിലയബിലിറ്റി നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു മെയിൻ ടോപ്പിക്കല്ല, അതുകൊണ്ട് ജസ്റ്റ് ഇതാണ് റിലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിംഗിൾ യൂസർ സിസ്റ്റം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഫ്ലോപ്പി ഡിസ്കിനോ അല്ലെങ്കിൽ അതിനകത്തുള്ള മെമ്മറീനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കോപ്പി ചെയ്തിട്ട് അതിനെ നമുക്ക് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചാൽ അത് സേഫ് ആയിട്ടിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രൊട്ടക്ഷൻ്റെ കേസാണ് നമ്മളതിന് പറയാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പറയുമ്പം നമ്മൾ ടൈപ്സ് ഓഫ് ആക്സസ് ആണ് ഫസ്റ്റ് ടോപ്പിക്ക്. നമുക്കറിയാം പിന്നെ ആക്സസിനകത്ത് ഒരാൾക്ക് എത്ര തവണ ആക്സസ് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ ആക്സസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ ആക്സസ് എന്ന് പറയും. ഓക്കെ, അതായത് ആക്സസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ആക്സസ് നോക്കുന്നതാണെങ്കിൽ നമുക്ക് 6 ടൈപ്സ് ഓഫ് ആക്സസ് ആണ് മെയിനായിട്ട് ബേസിക്കായിട്ട് പറയുന്നത്. റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്, അപ്പൻഡ്, ഡിലീറ്റ്, ലിസ്റ്റ്. ഓക്കെ, റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അപ്പൻഡ് എന്ന് പറയുന്നത് പുതിയ ഇൻഫർമേഷൻ ഫയലിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫയലിന് ഡിലീറ്റ് ചെയ്തിട്ട് സ്പേസ് ഫ്രീ ആക്കുന്നത്. ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നെയിം ആൻഡ് ആട്രിബ്യൂട്ട് ഓഫ് ദ ഫയലിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ഓപ്പറേഷൻസാണ് ബേസിക് ആയിട്ടുള്ള നമ്മളെ ആക്സസ്സുകൾ. ഇനി അത് കൂടാണ്ട് വേറെ കുറേ ഉണ്ട്, റീനെയിമിങ്, കോപ്പിങ്, എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. പക്ഷേ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്ന ലോവർ ലെവലായിട്ടുള്ള ഈ പറയുന്ന സിസ്റ്റം കോൾസ് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നതേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ എന്തൊരു കോപ്പിങ്ങിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കോപ്പിങ്ങിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, ഫയലിനെ റീഡ് ചെയ്യണമല്ലോ. അപ്പോൾ റീഡ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോപ്പി പെർമിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് അവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോവർ ലെവലിലാണ് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇനിയുള്ളത് ആക്സസ് കൺട്രോളാണ്. ആക്സസ് കൺട്രോളിൻ്റെ അകത്ത് പറഞ്ഞാൽ യൂസറിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് അതിൻ്റെ ആക്സസ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് ആരാണെന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ യൂസർ നെയിമും ടൈപ്പ് ഓഫ് ആക്സസ് അലൗഡ് ഫോർ ഈച്ച് യൂസറും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകുന്ന വെച്ചാൽ ഒരു ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം, ACL എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന് രണ്ടെണ്ണം ഉണ്ടാവും. ഒന്നാണ് യൂസറിൻ്റെ നെയിം ഉണ്ടാവും, പിന്നെ അവർക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാം, ഏതൊക്കെ ആക്സസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്, അതിൻ്റെ ലിസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ നമ്മളൊന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇപ്പം റീഡ് മോഡിലോ റൈറ്റ് മോഡിലോ ആക്സസ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ACL പോയിട്ട് ചെക്ക് ചെയ്യും ആ ഒരു ഇത് എന്താ പറയുക, നമ്മൾ പർട്ടിക്കുലർ യൂസറിന് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ, അലോ ചെയ്തിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രൊട്ടക്ഷൻ വയലേഷൻ ഒക്കെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ആക്സസിനെ ഡിനൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആക്സസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ 2 അൺഡിസൈറബിൾ കോൺസിക്വൻസസ് ഉണ്ട്. പിന്നെ ആക്സസ് ലിസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്താണ്. കാരണം കുറേ യൂസേഴ്സ് ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അപ്പോൾ അത്രയും ലെങ്ത്ത് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം. പിന്നെ 2 അൺഡിസൈറബിൾ കോൺസിക്വൻസസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടിങ് എ ലിസ്റ്റ് മേ ബി ടിഡിയസ് ആൻഡ് അൺറിവാർഡിങ് ടാസ്ക്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് എത്ര യൂസേഴ്സ് ഉണ്ടെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലൊന്നും അറിയാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അഡ്വാൻസ് ആയിട്ട് മാത്രം ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് നമുക്ക് അഡ്വാൻസ് ചെയ്യേണ്ടി വരും.
എല്ലാവരും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇതെന്ന് പറയുന്നത് ഒരു ബൾക്കായിട്ടുള്ള ഒരു പ്രോസസ്സ്, ഒരു വലിയ പ്രോസസ്സായിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡയറക്ടറി എൻട്രി മസ്റ്റ് ബി ഓഫ് വേരിയബിൾ സൈസ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഓരോന്നിൻ്റെ എൻട്രിയും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ആർക്കൊക്കെ ഏതൊക്കെ അലൗഡ് ആണെന്നുള്ളത് കൊടുക്കുമ്പോൾ ഓരോ എൻട്രിയും ഡിഫറെൻ്റ് ആയിരിക്കും. ആ വേരിയബിൾ സൈസ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ സൈസിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സ്പേസ് മാനേജ്മെൻറ്റ് കോംപ്ലിക്കേഷൻ വരും. സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ ഇതാണ് രണ്ടെണ്ണമുള്ളത്. പിന്നെ കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് ആക്സസ് ലിസ്റ്റ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പ്രോബ്ലം തന്നെ റിസോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആക്സസ് ലിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് ആക്സസ് ലിസ്റ്റിനെ യൂസ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽഡ് വേർഷൻ അല്ലാണ്ട് ഒരു ചെറിയ രീതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നമുക്കതിൻ്റെ ആ പ്രോബ്ലംസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് യൂസേഴ്സാണ് മെയിനായിട്ട് നമുക്കുള്ളത്. നിങ്ങൾ ഓൾറെഡി ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. ഓണർ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, യൂണിവേഴ്സ് ഉണ്ട്. ഓക്കെ, ഓണർ എന്ന് പറഞ്ഞാൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആൾ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് യൂസേഴ്സ് ഫയൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതറിയാമല്ലോ. പിന്നെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള ഗൈസ്. അങ്ങനെ 3 യൂസേഴ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആക്സസ് കൺട്രോൾ കൊടുക്കുന്നത് ഈ 3 ആൾക്കാർക്കാണ്, അറിയാമല്ലോ നമുക്ക്. അപ്പോൾ നമ്മളിതിനെ കണ്ടൻസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ 3 ഫീൽഡ് മാത്രമാക്കി വെക്കുക ചെയ്യുന്നു. യുനിക്സിൻ്റെ കേസിലാണെങ്കിൽ പിന്നെ മാനേജർ ഓഫ് ദ ഫെസിലിറ്റിക്ക് മാത്രമേ, ഇതിലെ സൂപ്പർ യൂസറിന് മാത്രമേ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പിന്നെ VMS സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഫയലിൻ്റെ ഓണറിന് തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ആക്സസ് കൺട്രോൾ ലിസ്റ്റിനെ. യൂണിക്സ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് ലാബിൽ ചെയ്തിട്ടില്ല, 3 ബിറ്റ്സ് ആണ് ഓരോ യൂസറിന് വേണ്ടിയിട്ടും സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. RWX എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ RWX. പിന്നെ എന്താ പറയുക, ഓണർ ആ ഒരു ഓർഡറിൽ നമ്മൾ ചെയ്തിട്ടില്ല ഒന്ന് ലാബിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് അതിനെ ചെറുതാക്കിയിട്ടുള്ളത്. RWX ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു R എന്ന് പറഞ്ഞാൽ റീഡ് പെർമിഷൻ, W എന്ന് പറഞ്ഞാൽ റൈറ്റ് പെർമിഷൻ, X എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് പെർമിഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പ്രസൻറ്റ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ആ ലെറ്റേഴ്സ് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അല്ലേ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ലാബിൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ആക്സസ് പെർമിഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പൻ എന്നുള്ള ഓപ്പറേഷൻ, അതായത് പ്ലസ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഓപ്പറേഷനാണ് യുനിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വിൻഡോസ് XP ആണെങ്കിൽ അത് നമ്മൾ ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് GUI വെച്ചിട്ടാണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് ആക്സസ് കൺട്രോൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതർ പ്രൊട്ടക്ഷൻ അപ്രോച്ചസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ആക്സസ് പ്രൊട്ടക്ഷനാണ്, ആക്സസ് കൺട്രോളും അതിനുള്ള യൂസേഴ്സിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി അതർ പ്രൊട്ടക്ഷൻ അപ്രോച്ചസ് എന്ന് പറയുന്നത് നമ്മൾ പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ഫയലിനും ഓരോ പാസ്വേഡ്, റാൻഡം ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫയലിൻ്റെ അകത്തുള്ള ആക്സസിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കറക്റ്റ് പാസ്വേഡ് ഉള്ളവർക്ക് മാത്രമേ അതിനെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറേ പാസ്വേഡ് യൂസർ ഓർമ്മിച്ചു കൊണ്ടുവരും. അതാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതായത് കുറേ ഫയൽസ് ഉണ്ടാവില്ല, അത്രയും ഫയൽസിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പാസ്വേഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സബ് ഡയറക്ടറിക്ക് വേണ്ടിയിട്ട് പാസ്വേഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ ഫയലിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. കാരണം കുറച്ചും കൂടി പാസ്വേഡിൻ്റെ എണ്ണം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ സെയിം പാസ്വേഡ് തന്നെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു പാസ്വേഡ് കിട്ടി കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ സബ് ഡയറക്ടറിക്ക് പാസ്വേഡ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ മൾട്ടി ലെവൽ ഡയറക്ടറി സ്ട്രക്ചർ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഫയൽസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫയൽ ഓപ്പറേഷൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രൊട്ടക്ഷൻ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഫയൽ ഡയറക്ടറീൻ്റെ ക്രിയേഷനും ഡിലീഷനും ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, മൾട്ടി ലെവൽ ഡയറക്ടറി സ്ട്രക്ചറിൻ്റെ അകത്തുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഫയൽ ആക്സസ് ചെയ്യാമല്ലോ. അപ്പോൾ കണ്ടൻറ്റ് ലിസ്റ്റിങ്ങിനെയും കൂടി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു പാത്ത് നെയിം വെച്ചിട്ടാണല്ലോ നമ്മളൊരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പാത്ത് നെയിംസ് അലൗ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടാവും. അതായത് ഡിഫറെൻറ്റ് പാത്ത് നെയിം, അതിൻ്റെ പാത്ത് നെയിമിൻ്റെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് സെയിം ലൊക്കേഷൻ തന്നെ ആക്സസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മെത്തേഡ്സ് ആകുമ്പം അങ്ങനെ ഡിഫറെൻറ്റ് പാത്ത് നെയിംസ് കൊടുക്കുമ്പോഴും നമുക്ക് ആ പർട്ടിക്കുലർ ആക്സസ് റൈറ്റ്സ് മാത്രമേ അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാണ്ടാക്കി കൊടുത്താൽ ഓരോ പാത്ത് നെയിം യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ആക്സസ് റൈറ്റ്സ് ഓരോരുത്തർക്ക് കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു മെക്കാനിസത്തിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. താങ്ക് യു.